ഇന്നലെ മുതൽ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല ചേട്ടാ, കൃഷ്ണകുമാറിനോടും ദിയാകൃഷ്ണയോടും നിങ്ങൾക്ക് എന്താണ് ഇത്ര ദേഷ്യം, നിങ്ങൾ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്നി ചങ്ങാതിമാരെ, ഞാൻ ദിയാകൃഷ്ണയെ എന്നല്ല, കൃഷ്ണകുമാറെ എന്നല്ല, ആ 3 കള്ളത്തിമാരെ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായ കാരണമുണ്ട്. അതാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ ഇവര് പറയുന്നത് എന്താ, 69 ലക്ഷം രൂപയാണ് കാണാതായത് എന്നുള്ളതാണ്. ഇതെന്താ വെള്ളേരിക്ക പട്ടണ? അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഇതൊരു ഓൺലൈൻ ഷോപ്പല്ലേ, അല്ലാതെ ഇത് എന്ന് പറഞ്ഞാൽ ഈ വലിയ മാളൊന്നും അല്ലല്ലോ. 69 ലക്ഷം രൂപ കാണാതായിട്ട് ഇത്രയും നാൾ ഇവരെ ഇവിടെ നോക്കിയിരിക്കുമായിരുന്നു. ഇവരെല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പണിക്കാരെ ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത്? പണിക്കാരെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കടിഞ്ഞാനുണ്ടാവില്ലടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതായത് ആ 3 കള്ളത്തിമാര് നല്ല പൈസയും കൊണ്ടുപോയി. അവരത്യാവശ്യം നന്നായി വീടൊക്കെ വെച്ചു, കുറെ ആള് സ്വർണം മേടിച്ചു, ഒരാൾ വണ്ടി മേടിച്ചു, അങ്ങനെ നല്ല രീതിയിൽ അവർ ജീവിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണ്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിയാകൃഷ്ണ ഇനി അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ, അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇന്നലെ കൃഷ്ണകുമാർ വന്നിട്ട് വലിയ വായിൽ പറയുന്നത് കേട്ടു, അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ പോരെ, അവർ ഞങ്ങളുടെ കടയിൽ നിന്ന് എടുത്ത പൈസ നോക്കിയാൽ പോരെ എന്ന്. അതാണ് ഞാൻ പറയുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് വെച്ചാൽ അവരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, അത് അവരെടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ഈ ഒരു പ്രഹസനമായിട്ടുള്ള ഒരു നാടകം? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മറുനാടൻ സാഹചര്യം ഇവരെ വെളുപ്പിക്കാൻ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു ചെറിയ കമ്പനിയാണ്, അല്ലാതെ ഇതൊരു വലിയ കമ്പനിയല്ല. എന്റെ പൊന്ന് സാജൻ ചേട്ടായി, ഇവിടെ നമ്മളൊരു 40,000 രൂപയുടെ ഒരു 10,000 രൂപയോ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വരെ നമ്മൾ GST കൊടുക്കലുണ്ട്. GST ബില്ലിലാണ് ഇത് തരുന്നത്. എന്നേരാണ് ഇത്രയും വലിയ എമൗണ്ടിന്റെ കച്ചവടം നടന്നിട്ട് എന്താ ഇതിനൊന്നും കണക്കില്ലേ? ഇതിനൊന്നും GST അല്ലെങ്കിൽ ഈ പിന്നെ ടാക്സ് ഒന്നും ഇല്ലേ? അല്ല, അറിയാതുകൊണ്ട് വെക്കുന്നതാണ്. എനിക്കറിയില്ല കേട്ടോ, ഈ ടാക്സിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ബുദ്ധിമാൻ ആരും കൊണ്ടൊക്കെ പറഞ്ഞതാ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്ക് എന്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ഞാനും ടാക്സ് അടിച്ചിട്ടാണ് പല സാധനങ്ങളും വാങ്ങിക്കുന്നത്. എന്തിനധികം പറയുന്നത്, 2 വടി ഒരു ചായം കുടിച്ചാൽ വരെ നമ്മളവിടെ GST കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ 10,000 കണക്കിന് ഇതായിട്ട് ഈ ചങ്ങാതിന്റെ മകള് മാത്രം GST കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ 65 ലക്ഷം പോയി എന്ന് പറയുന്നത്. ഇതൊക്കെ നിൽക്കണം, ഇതൊക്കെ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് തെളിയിക്കാം. അതായത് ഈ 3 സ്ത്രീകളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക, ഇതിന്റെ കച്ചവടത്തിന്റെ മൊത്തത്തിൽ ഇത് എടുക്കുക. ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഈ പരിപാടി തീരും. ആരാണ് കള്ളത്തരം, ആരാണ് കള്ളം കാണിച്ചത് എന്നൊക്കെ മനസ്സിലാകും. ഇതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, ഈ ദിയാകൃഷ്ണ പറഞ്ഞിട്ടുണ്ടാകും, മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്തോ, വലിയ വലിയ എമൗണ്ട് ഒക്കെ വരുമ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളെ അതിന്റെ അകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തോ എന്ന് ചിലപ്പോഴും പറഞ്ഞിട്ടുണ്ടാകും. അവരെന്ത് ചെയ്തു, ഇത് കൃത്യമായിട്ട് മൂഞ്ചിക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ 3 സ്ത്രീകളെ എനിക്കൊരു വിശ്വാസവും ഇല്ലാട്ടാ. അതായത് ഈ 3 സ്ത്രീകളെ നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് വെക്കുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചോ. കാരണം ഇന്നലെ ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി കാർഡ് ഇറക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമായി ഇപ്പം. അതായത് ഇതിനിടയ്ക്ക് ഒരുത്തൻ തുണിപൊക്കി കാണിച്ചു, അവൻ ജാതി കാർഡ് ഇറക്കി. അതുപോലെ ഒരുത്തൻ മയക്കുമരുന്ന് അടിച്ചു, അവൻ ജാതി കാർഡ് ഇറക്കി. ഇങ്ങനെ ജാതി കാർഡ് ഇറക്കിയിട്ട് പലതും ചെയ്യുക. ഇന്നലെ ആ സ്ത്രീകൾ വന്ന് പറഞ്ഞ കാര്യമോ, ജാതീയമായിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കാറുണ്ട്, അതുപോലെ മുക്കുവർ എന്ന് വിളിക്കാറുണ്ട്. എന്റെ പൊന്നു മക്കളെ, മുക്കുവർ നമ്മളെ ദൈവമാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾ നമ്മളെ ദൈവമാണ്. ഈ കള്ളന്മാരെയും കൊലപാതകളെയും ഒന്നും അവരെ നോക്കല്ലേ. അതായത് ഈ സ്ത്രീകൾ മുക്കുവരാന്ന് പറഞ്ഞാൽ മുക്കുവർക്ക് വരെ നാണക്കേടാന്ന്. അവരെ നമ്മളെ ദൈവമായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടീമുകൾ വന്ന് പറയുകയാണ് ഞങ്ങളെ അങ്ങനെ വിളിച്ച് അധിക്ഷേപിച്ചു എന്ന്. ഒരിക്കലുമില്ല. അതായത് ഇവരൊക്കെ എന്താണ്, ഇവർക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയാം. കൃഷ്ണകുമാറിന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഇറക്കി കഴിഞ്ഞാല് അത് ജനങ്ങൾ എല്ലാവരും ഏറ്റുപിടിച്ചോളും. അപ്പോഴാണ് നമ്മുടെ ദിയാകൃഷ്ണ എന്ന് പറയുന്നത് എന്റെ അമ്മ ഈഴവത്തിയാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ നായരാണ്, പിന്നെ ഞാൻ കഴിച്ചിരിക്കുന്നത് ഈ പിന്നെ ബ്രാഹ്മണിയാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ അതും പൊളിഞ്ഞുപോയി. അതുമാത്രവുമല്ല, അവിടെ ജോലി ചെയ്യുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ ഹിന്ദു, ബാക്കി 2 പേര് ക്രിസ്ത്യൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി അവിടെ പൊളിഞ്ഞുപോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ 3 എണ്ണത്തിനെയും വെറുതെ വിടരുത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, ഈ 69 ലക്ഷം രൂപ നിങ്ങളുടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിട്ട് ഇതുപോലെയാണോ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു കംപ്ലൈന്റ് കൊടുക്കല്ലോ വേണ്ടത്. അപ്പോഴും നിങ്ങൾ എന്താ പറയുന്നത്, അത് പെൺകുട്ടികളല്ലേ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബമില്ലേ? മണ്ണാങ്കട്ടയാണ്, മണ്ണാങ്കട്ട. എടോ കള്ളന്മാർക്കൊക്കെ എന്ത് കുടുംബം വന്നിന്, കട്ടവർക്ക് എന്ത് പിന്നെ ഇത് വന്നില്ലായിരുന്നു. ഇവിടെ കൊലപാതകികളായ അല്ലെങ്കിൽ എന്താ ഇതിനിടയ്ക്ക് ഇവിടുന്ന് കല്യാണ വീട്ടിൽ നിന്നും ഒരു സ്ത്രീ 30 പവൻ മോഷ്ടിച്ചു, അവിടെ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരൊരു അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ വെറുതെ വിടാൻ പറ്റുമോ? അവരെ കള്ളത്തിയല്ലേ.
അവർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. പിന്നെ എന്തിനാണ് ഇത് ഒത്തുതീർപ്പാകാൻ പോയത്? അതും ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ സംശയിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷ്ണകുമാറിന്റെ മകളുടെ പണം പോയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് പോയത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൂഞ്ചിക്കുക ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൊത്തത്തിൽ അങ്ങ് കട്ടെടുക്കുകയല്ല. ഇതിന്റെ ഉള്ളിൽ എന്തെല്ലോ ഒരു കളി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ ആ പൈസ കൃഷ്ണകുമാർ പറയുന്ന പോലെ ആ പൈസക്ക് സത്യമുണ്ട്, ടാക്സ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കേസ് കൊടുത്തൂടെ? അതല്ലേ അവര് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താലല്ലേ അവർക്കൊരു നിലനിൽപ്പുള്ളൂ. ഇപ്പൊ 3 എണ്ണത്തിനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ ഏതെങ്കിലും ഒന്ന് കയറിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദിയ കൃഷ്ണ അടക്കം തീർന്നില്ലേ? അവരടക്കം കുറ്റക്കാരിയാവൂലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കൃഷ്ണകുമാർ അവിടെ ചെയ്തിരിക്കുന്ന വെറും മണ്ടത്തരമാണ്. അത് ഒരിക്കലും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോണോ? നമ്മളിപ്പോ ഒരു വണ്ടി പോയി, ഒരു പഴയ വണ്ടിയല്ലേ, ഇനി എന്തിനാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കോ? എന്തുകൊണ്ടാണ് ആ വണ്ടി ആളെ ഏതെങ്കിലും ഒരുത്തം കൊണ്ടുപോയി ഇടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ വരാതിരിക്കാനല്ലേ നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്? അല്ലാതെ ഈ പഴയ വണ്ടിക്കല്ലല്ലോ നമ്മൾ പരാതി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷ്ണകുമാറിന്റെയും മക്കളുടെയും ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. ഇതുപോലെയല്ല ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം അവരെ വിളിപ്പിക്കുക. ഇപ്പൊ 69 ലക്ഷം ഇവർക്ക് കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത്. 8 ലക്ഷം കൊടുത്ത കാര്യം തീർന്ന? അതാണ് എനിക്ക് ചോദിക്കല്ലേ. ബാക്കി 60 ലക്ഷം എന്താ ഇവര് വിഴുങ്ങോ? ഏതായാലും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ, പോകുന്നുണ്ടെങ്കിൽ 68 ലക്ഷം റുപ്യ പോട്ടെ, കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് കിട്ടണം എന്ന് വിചാരിച്ചൂടെ? അതല്ലേ അതിന്റെ ശരി. അല്ലാതെ അവര് പെൺകുട്ടികളാണ്, അവർക്കൊരിതുണ്ട് എന്നൊക്കെ വിചാരിക്കാൻ ഈ കൃഷ്ണകുമാർ ആരാ? അതുകൊണ്ടല്ലേ ഈ ഒരു പ്രശ്നം വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷ്ണകുമാറിന് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒന്നുകിൽ ഇത് പുറത്ത് പറയാതിരിക്കാനുള്ള ഒരു അടവായിരുന്നു. അതായത് പുറത്ത് പറയണ്ട, പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇത് കാണിക്കേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊരു സ്വർണ്ണ കച്ചവടമാണോ നടക്കുന്നത്? ഈ 10 മാസം കൊണ്ട് ഈ 69 ലക്ഷം റുപ്യ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം 1.25 കോടിയോളം ടേൺ ഓവർ വേണ്ട. എങ്ങനെയാണെങ്കിൽ ഈ 10 മാസം കൊണ്ട് അവരങ്ങനെ 69 ലക്ഷം രൂപ അവരെടുക്കണമെങ്കിൽ ഈ ദിയക്ക് ഏകദേശം എന്ന് പറഞ്ഞ ഒരു 50-60 ലക്ഷം രൂപ ദിയക്ക് കിട്ടണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ അങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ ഇത് കണക്ക് ശരിയാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് 10 മാസം കൊണ്ട് 1.25 കോടി രൂപയുടെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഇവരവിടെ സ്വർണ്ണ കച്ചവടമല്ല ചെയ്യുന്നത്, അതുപോലെ വെള്ളിക്കച്ചവടമല്ല. ഈ 700-800 റുപ്യന്റെ ഈ ആഭരണങ്ങളാണ് വിൽക്കുന്നത്. അതും 1000 റുപ്യ 1500 റുപ്യ മാത്രമേ വിലയുള്ളൂ. അപ്പൊ ഒരു ദിവസം എത്രയുടെ കച്ചവടം? ഇവര് പറയുന്ന ഓൺലൈൻ കച്ചവടം എന്ത് മാങ്ങാത്തൊലിയാർന്ന് പറയുന്നത്? വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറ. ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടി ഈ തുടങ്ങിയ കാലം മുതലുള്ള കണക്കാ പറയുന്നത്. ഈ തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ട എന്ന് കരുതിയിട്ട് വിശ്വസ്തരായ 3 പേരെ വെച്ചു. ആ വിശ്വസ്തരായ 3 പേരാണ് അടിയ മൂഞ്ചിച്ചിട്ട് അങ്ങ് പോയത്. അത്ര മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ 3 എണ്ണത്തിനെയും ഒരു കാലത്തും നിങ്ങൾ നമ്പണ്ട. അവറ്റകളെ കള്ളന്മാർ തന്നെയാണ്. ഇനി അവറ്റകൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇവറ്റകളുടെയൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴും പിന്നെ തന്നെ നാട്ടുകാരുടെ മുന്നിലൊക്കെ തന്നെ പരിഹാസ കഥാപാത്രമായി. അത്രേ ഉള്ളൂ. ഇന്നലെ ന്യായീകരിക്കുന്നുണ്ട് ഓരോന്ന് വന്നിട്ടായിരുന്നു. എന്തൊരു ന്യായീകരണമാണ്? പൈസയും കെട്ടിട്ടാണോ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അതായത് നമ്മൾ ആദ്യം വിചാരിച്ച് ഇവര് നിരപരാധിയാണെന്നാണ്. പിന്നീട് ആ അഹാന ചോദ്യം ചെയ്യുമ്പോൾ കാലിന് വീഴുകയാണ്, ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ന്യായീകരിക്കുന്നത്. ഇതെന്തൊരു ബള്ളേരിക്കാ പറഞ്ഞത്? ഇത് കേരളം തന്നെയല്ലേ, ഇത് വേറെ ഒരു രാജ്യമൊന്നല്ലല്ലോ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ദിയാകൃഷ്ണ പറയുന്നതും കൃഷ്ണകുമാർ പറയുന്നതും വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും മറ്റേ ഐറ്റങ്ങളെ കള്ളത്തിമാറിനെയാണ്, അവരെ കള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കൃഷ്ണകുമാറിന്റെ ഭാഗത്ത് ഓടാം, ഇല്ല ദിയാകൃഷ്ണന്റെ ഭാഗത്തോടി ന്യായീകരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അവരോട് എനിക്കൊരു ദേഷ്യമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കങ്ങനെ വെള്ളം തൊടാണ്ട് വിഴുങ്ങാനും നമുക്ക് കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം, അതായത് കൃഷ്ണകുമാറിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഹങ്കാരമുള്ള ടീമാണ്. അതായത് അവർക്ക് പാപങ്ങളോട് കുറച്ച് പുച്ഛം തന്നെയാണ്, അല്ലാതെ അവർ നല്ലൊരു വ്യക്തികളൊന്നുമല്ല. അതായത് അവർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് സമൂഹത്തോട് തന്നെ എന്തോ ഒരു പുച്ഛമുള്ളത് പോലെ തന്നെയാണ്. അല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ സമൂഹത്തിനെ അങ്ങ് വളർത്തണം എന്ന് വിചാരിച്ചിട്ട് എന്ത് നല്ല കാര്യമാണ് ഇവർ ചെയ്യുന്നത്? അതൊന്ന് പറയാറുണ്ട്. അല്ല, എന്ത് നല്ല കാര്യം ചെയ്യുന്നുണ്ട് ഇവര്? പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയുക, കുഴികുത്തി ചോറ് നിന്നതും അതുപോലെ തന്നെ പല വിവാദമായ പോസ്റ്റുകളും അല്ലാതെ ഇവരെന്ത് നല്ല കാര്യമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃഷ്ണകുമാറിനെയും മക്കളെയും അങ്ങനെ അനുകൂലിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക്, ഒരു കമന്റ് നിർബന്ധമാണ്. നന്ദി, നമസ്കാരം.